ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തൊട്ടുപുറത്തായുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിനകത്ത് ചെളി ഉണ്ടെങ്കിൽ വീട്ടിൽ പ്ലംബിങ് ചെയ്തിരിക്കുന്ന പൈപ്പ് ലൈനിനകത്ത് നല്ലോണം ചെളി ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു 2 ടാപ്പ് ഒരേ സമയം തുറന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാപ്പിൽ കൂടെ നല്ല ചെളി ഇങ്ങനെ ഇളകി വരും. ഇനിയിപ്പോൾ അങ്ങനെ വരണമെന്നില്ല, അതല്ലാതെ തന്നെ ടാങ്കിനകത്ത് ചെളി ഉണ്ടെങ്കിൽ പൈപ്പ് ലൈനകത്ത് ചെളി ഉണ്ടാവും, തീർച്ചയാണ്. അപ്പോൾ അതിങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ വീട്ടിലെ മെയിൻ വാൽവ് ക്ലോസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടാപ്പ് അഴിച്ച് അതിൻ്റെ ഉള്ളിലൊരു ടൂത്ത് ബ്രഷ് ഇട്ടിട്ടൊന്ന് ചുറ്റിച്ച് നോക്കി എടുത്ത് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഫിൽറ്റർ ഉണ്ടാക്കി വയ്ക്കുന്നവർ ആ ചെളിയൊക്കെ ഒന്ന് കളയണമെങ്കിൽ അത് നല്ലതായിരിക്കും. അപ്പോൾ അത് കളയാനൊരു സൂത്രമുണ്ട്. അപ്പോൾ ഈ സൂത്രം പരീക്ഷിച്ച് ഇതിൻ്റെ വീഡിയോ അയച്ചു തന്നത് തിരൂരുള്ള അബ്ദുറഹ്മാനാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം, എങ്ങനെയാണ് പൈപ്പ് ലൈനിലെ ചെളി കളയുന്നതെന്ന്. അപ്പോൾ പൈപ്പ് ലൈനിലെ ചെളി കളയാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു ആക്സസറി ഉണ്ടാക്കണം. ഒരു ചെറിയ പൈപ്പിൻ്റെ പീസുമ്മേ നമ്മൾ ഇങ്ങനത്തെ സംഭവം പിടിപ്പിച്ച് അതിൻ്റെ ഒരു സൈഡിൽ നമുക്കിങ്ങനെ ത്രെഡ് വേണം. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റിലൊന്ന് എഴുതിയിടണം. എന്നിട്ട് അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ വാൽവ് പൂട്ടിയിട്ട് നമ്മുടെ മോട്ടറിന് ഏറ്റവും അടുത്തുള്ള ഒരു ടാപ്പ് അഴിച്ച് മാറ്റാം. അപ്പോൾ ടാപ്പ് അഴിച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ഈ ആക്സസറി അവിടെ പിടിപ്പിക്കുക. നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ പിടിപ്പിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പിടിപ്പിച്ചിട്ട് നമ്മൾ ഇതിലൂടെ വെള്ളം അങ്ങോട്ട് കയറ്റി വിടാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മൾ ഈ ചെളി കളയാൻ വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നന്നായിട്ട് ടൈറ്റായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് പോകുന്ന ലൈനിൽ നിന്ന് പാരലായിട്ട് ഒരു കണക്ഷൻ എടുക്കണം. ഇതുപോലെ ഓസ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് അത് നമ്മൾ ആ പിടിപ്പിച്ച ആക്സസറീസിൽ നല്ല സ്ട്രോങ് ആയിട്ട് പിടിപ്പിക്കണം. അപ്പോൾ അത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടാപ്പ് ഫുള്ളായിട്ട് തുറന്നു വയ്ക്കുക. അപ്പോൾ ഫുള്ളായിട്ട് തുറന്നു വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മോട്ടർ ഓൺ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ മോട്ടർ ഓൺ ആക്കുമ്പോൾ എന്താ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെളി ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഇളകി വരും. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടർ അടിക്കുമ്പോൾ പകുതി ഫോഴ്സ് ടാങ്കിലേക്ക് വെള്ളം കയറാൻ വേണ്ടി ഉപയോഗിക്കും, ബാക്കിയത്തെ പകുതി നമ്മൾ ഈ പൈപ്പ് ലൈനിൽ കൂടെ കയറ്റി വിടാണ്. അപ്പോൾ തുറന്നു വെച്ചാൽ ടാപ്പിൽ കൂടെ ഫുള്ള് ഫോഴ്സ് മുഴുവൻ വരുന്നുണ്ട്, അതിലെ ചെളി മുഴുവൻ ഇളകി പുറത്തേക്ക് വരും. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ കണ്ടല്ലോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യങ്ങൾ നേരുന്നു. ടേക്ക് കെയർ, ബൈ.